കോഴിക്കൊക്കെ എങ്ങനെ അട വെക്കുകയെന്ന് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കോഴിക്ക് ഇരിക്കാൻ സൗകര്യത്തിനുള്ള എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഒരു കൊട്ടയോ കാർഡ്ബോർഡ് ബോക്സോ ബക്കറ്റോ എന്തായാലും കുഴപ്പമില്ല. അതിലോട്ട് കുറച്ച് വെണ്ണീറോ അതല്ലെങ്കിൽ ഈർച്ചപ്പൊടിയോ അല്ലെങ്കിൽ വല്ല തുണിയോ പുല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിൽ മുട്ട വെച്ച് കൊടുക്കാനുള്ളൊരു സൗകര്യത്തിന് എന്തെങ്കിലും ഒന്ന് വേണമെന്നുള്ളൂ. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട കോഴിക്ക് വലുപ്പത്തിനനുസരിച്ചിട്ട് മുട്ട വെച്ച് കൊടുക്കുക. 13 11 ആ രീതിയിൽ എത്ര വലിയ കോഴിയാണെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ചെറിയ കോഴിയാണെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ എന്തായാലും ഇതുപോലെ കുറച്ച് കൂറച്ചോക്ക പൊടിച്ചിങ്ങാണ്ട് അതിലിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പുകയില പൊടിച്ചിട്ട് അതിട്ട് കൊടുത്താലും മതി. കോഴിപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചെയ്താൽ തന്നെ നമുക്ക് എന്തായാലും കോഴിപ്പേൻ വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കോഴികൾക്ക് വിരിഞ്ഞ് വരുമ്പോൾ ഈ ചൂട് കാലത്തൊക്കെ അധികം കോഴിപ്പേനും കൂടി ഉണ്ടാവും. അപ്പോൾ അതിനാദ്യം തന്നെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴിപ്പേൻ വരില്ല. അപ്പോൾ ഒന്നുകിൽ പുകയില പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ കൂറച്ചോക്ക പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുക. കൂറച്ചോക്ക പൊടിച്ചിട്ട് കൊടുക്കണതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം പുകയിലൊക്കെ കുറച്ച് പഴയതൊക്കെ ആണെങ്കിൽ അത് വലിയ സ്ട്രോങ്ങും ഇല്ലെങ്കിൽ പിന്നെ വിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും ചിലപ്പോൾ അതിൽ കോഴിപ്പേനൊക്കെ ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് കോഴിക്കനുസരിച്ചിട്ടുള്ള മുട്ടയും വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം കോഴിനെ അതിലോട്ട് വെച്ച് കൊടുക്കുക. കോഴി 1 2 ദിവസം ഒന്ന് ഇരുന്നതിൻ്റെ ശേഷം വേണം നമുക്ക് മുട്ടയൊക്കെ വെച്ച് കൊടുക്കാൻ. കോഴി മുട്ടയിടൽ കഴിഞ്ഞാൽ അന്ന് തന്നെ മുട്ട വെച്ച് കൊടുക്കാതെ 1 2 ദിവസമൊക്കെ ഒന്ന് പൊരുന്നി കടന്നതിൻ്റെ ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കോഴി എണീറ്റ് പോവില്ല. പിന്നെ ഒരു 19 20 21 ദിവസം ആകുമ്പോഴത്തേന് തന്നെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. ഒരു 22 ദിവസം കൊണ്ട് തന്നെ മുഴുവൻ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും നല്ല മുട്ടയാണെങ്കിൽ.